ഇടതിന്റെ ഉരുക്കുകോട്ടയായ പാലക്കാട്ട് 2019 CPM മടക്കിവെച്ച ചെങ്കൊടി ഇത്തവണ എ വിജയരാഘവൻ വീണ്ടും പാറിക്കുമോ? VK ശ്രീകണ്ഠന്റെ ജനകീയത ഇത്തവണയും വോട്ടായി പെട്ടിയിൽ വീണിട്ടുണ്ടോ? ഇരുവരുടെയും ജയപരാജയങ്ങളെ സ്വാധീനിക്കാൻ തക്കവണ്ണം കരുത്തുള്ള BJPക്ക് ഇത്തവണ കൂടുതൽ വോട്ട് പിടിക്കാനാവുമോ? ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം അറിയാൻ ജൂൺ 4 വരെ കാക്കണമെങ്കിലും പാലക്കാട്ട് 3 മുന്നണികളും ആത്മവിശ്വാസത്തിലാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ നിയമസഭാ മണ്ഡലങ്ങളിലും കഴിഞ്ഞ തവണത്തേക്കാൾ പോളിംഗ് ശതമാനം കുറഞ്ഞത് പക്ഷേ മുന്നണികൾക്ക് ഒരുപോലെ ആശങ്കയും പ്രതീക്ഷയുമാണ്. 2019 77.77% പേർ വോട്ട് ചെയ്ത പാലക്കാട്ട് ഇത്തവണ 73.37% മാത്രമാണ് പോളിംഗ്. പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിൽ UDFന് 2019 വിജയം നൽകിയത് മണ്ണാർക്കാട്, പട്ടാമ്പി, പാലക്കാട് നിയമസഭാ മണ്ഡലങ്ങളിൽ കിട്ടിയ ഭൂരിപക്ഷമാണ്. ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട്, മലമ്പുഴ മണ്ഡലങ്ങളിൽ LDF നേടിയ ലീഡിനെ UDFന് മറികടക്കാനായത് ഈ 3 മണ്ഡലങ്ങളിലെയും ഭൂരിപക്ഷം കൊണ്ടായിരുന്നു. എന്നാൽ ഇത്തവണ മണ്ണാർക്കാട്, പട്ടാമ്പി, പാലക്കാട് മണ്ഡലങ്ങളിൽ പോളിംഗ് കാര്യമായി കുറഞ്ഞു. ഇത് തങ്ങൾക്ക് അനുകൂലമെന്നാണ് LDFന്റെ പ്രതീക്ഷ. അതുകൊണ്ട് തന്നെ 40,000 മുതൽ 60,000 വരെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പാലക്കാട് തിരികെ പിടിക്കാമെന്നാണ് CPMന്റെയും ഇടതുമുന്നണിയുടെയും പ്രതീക്ഷ. മണ്ണാർക്കാടും പട്ടാമ്പിയിലും കഴിഞ്ഞ തവണ കിട്ടാതെ പോയ ഇടതു വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ കൃത്യമായി LDFലേക്ക് തിരികെ എത്തിയെന്ന് മുന്നണി വിലയിരുത്തുന്നു. ന്യൂനപക്ഷ വോട്ട് ഏകീകരണം ഇത്തവണ സംഭവിച്ചിട്ടില്ല. ഇതിനൊപ്പം മുസ്ലിം ലീഗും സമസ്തയും തമ്മിലുണ്ടായ അസ്വാരസ്യം അനുകൂലമായി മാറിയെന്നും CPM കണക്കുകൂട്ടുന്നു. പാലക്കാട് BJPക്കകത്തുള്ള വിഭാഗീയതയും മുറുമുറുപ്പും LDFനാണ് ഗുണം ചെയ്തതെന്നും വിലയിരുത്തലുണ്ട്. പ്രചാരണത്തിന്റെ തുടക്കത്തിലുണ്ടെന്ന് കരുതിയ ഭരണവിരുദ്ധ വികാരം അവസാന ഘട്ടമായപ്പോഴേക്കും ഇല്ലാതാക്കാൻ കഴിഞ്ഞുവെന്നും CPM വിശ്വസിക്കുന്നു. ഇത്രയും അനുകൂല ഘടകങ്ങളുള്ള സാഹചര്യത്തിൽ 1,00,000 വോട്ടിന്റെയെങ്കിലും ഭൂരിപക്ഷം LDF ഉറപ്പിക്കുന്നു. PB അംഗം A വിജയരാഘവൻ നേരിട്ടിറങ്ങിയ മത്സരത്തിൽ കോൺഗ്രസിന്റെ വോട്ടുകളാണ് ബൂത്തിലെത്താഞ്ഞതെന്നാണ് CPMന്റെ വിലയിരുത്തൽ. എന്നാൽ സിറ്റിംഗ് MP കൂടിയായ VK ശ്രീകണ്ഠന്റെ ക്യാമ്പ് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. സാഹചര്യങ്ങൾ കൂടുതൽ അനുകൂലമായിരുന്നു എന്ന വിലയിരുത്തലിൽ കഴിഞ്ഞ തവണ നേടിയ 11,637 വോട്ടിന്റെ 3 ഇരട്ടി ഭൂരിപക്ഷമാണ് കോൺഗ്രസ് ക്യാമ്പ് ഇത്തവണ പ്രതീക്ഷിക്കുന്നത്. MP എന്ന നിലയ്ക്ക് VK ശ്രീകണ്ഠന് മണ്ഡലത്തിൽ കാര്യമായ എതിർപ്പുകൾ ഉണ്ടായില്ല. പാർട്ടി ഏറെക്കുറെ ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുവെന്നാണ് UDFന്റെ വിലയിരുത്തൽ. ഇതോടൊപ്പം CPMലെയും BJPയിലെയും അസംതൃപ്തരുടെ വോട്ടുകൾ കൂടി തങ്ങൾക്ക് കിട്ടിയെന്ന പ്രതീക്ഷയിൽ 30,000-നും 50,000-നും ഇടയ്ക്ക് ഭൂരിപക്ഷം കിട്ടുമെന്നാണ് UDF കണക്കുകൂട്ടുന്നത്. പക്ഷെ അപ്പോഴും 2019 തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നൽകിയ മണ്ഡലങ്ങളിലെ പോളിംഗ് കുറഞ്ഞത് UDFന് ചെറിയ ആശങ്ക ഉണ്ടാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് BJPക്ക് അത്യാവശ്യം വേരോട്ടമുള്ള പാലക്കാട്ട് മികച്ച പ്രകടനം നടത്താനായെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ. കഴിഞ്ഞ തവണ നേടിയ 2,40,000 വോട്ട് ഇത്തവണ 3,15,000-നും 3,40,000-നും ഇടയിലേക്ക് എത്തിക്കാമെന്ന പ്രതീക്ഷ BJPക്കുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം വോട്ടിംഗ് ശതമാനം കൂട്ടിക്കൊണ്ടുവന്ന BJPക്ക് പാലക്കാട് നഗരസഭയിലെ സ്വാധീനവും ആത്മവിശ്വാസം പകരുന്നു. പാർട്ടിക്ക് സ്വാധീനമുള്ള മലമ്പുഴയിൽ സാധാരണഗതിയിൽ CPMലേക്ക് പോകുന്ന വോട്ടുകൾ അടക്കം ഇത്തവണ BJPക്ക് കിട്ടിയെന്ന് പാർട്ടി വിലയിരുത്തുന്നു. അതേസമയം സ്ഥാനാർത്ഥി C കൃഷ്ണകുമാറിനെതിരെ BJPയിലെ ഒരു വിഭാഗത്തിന് കടുത്ത എതിർപ്പുണ്ടായിരുന്നുവെന്നാണ് റിപ്പോർട്ട്. പാലക്കാട് നഗരത്തിലെ പ്രാദേശിക പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട എതിർപ്പ് കൃഷ്ണകുമാറിന് തിരിച്ചടിയായെന്ന വിലയിരുത്തലുകൾക്കിടയിലും 3 ലക്ഷത്തിന് മുകളിൽ വോട്ട് BJP പ്രതീക്ഷിക്കുന്നു. SFI ദേശീയ പ്രസിഡന്റ് ആയിരിക്കെ 1989 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാലക്കാട്ട് മിന്നുന്ന ജയം നേടിയ ആളാണ് A വിജയരാഘവൻ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ KPCCയുടെ അവലോകന റിപ്പോർട്ട് പോലും അപ്രസക്തമാക്കി അട്ടിമറി ജയം നേടിയ ആളാണ് VK ശ്രീകണ്ഠൻ. അതുകൊണ്ട് തന്നെ ഇവർ തമ്മിലുള്ള പോരാട്ടത്തിൽ ആര് വിജയിക്കുന്നു എന്നത് കേരളത്തിന്റെ ആകെ ആകാംക്ഷയാണ്.